എല്ലാവർക്കും നബിദിനാശംസകൾ. നബിദിനം കഴിഞ്ഞു, എന്നാലും നബിദിനത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തിരുവോണമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുമായിരുന്നേ. അപ്പോൾ നബിദിനാണ്, തിരുവോണത്തിൻ്റെ അവധിയൊക്കെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, KMCTയിൽ ഡോക്ടേഴ്സ് ഇല്ല, OP ഇല്ല, EMS ഇല്ല, എവിടെയും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ തേക്കുംകുറ്റിയുള്ള ഗവൺമെൻറ് ആശുപത്രി കാണിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. പിറ്റേന്ന് ഏതായാലും ഇന്ന് ഞങ്ങൾ കോളേജിലൊക്കെ പോവാമെന്ന് വിചാരിച്ചാണ് വന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള കളിയാണ്. വായിൽ നിറച്ചും വർത്താക്ക പിടിച്ചോട്ടോ. റെഡിയാണോ? ആയില്ല പോരാനായില്ല, അവിടേക്ക് ആയില്ല. പിടിച്ചോട്ടോ. റെഡി ആയില്ല, ഞാൻ പറയും 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പോരാ അവളെ. അവിടേക്ക് റെഡി 1 2 3 സ്റ്റാർട്ട്. അവിടെ നിൽക്കണം. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോ. 1 2 3 സ്റ്റാർട്ട്. എടാ കുട്ടി, അയ്യോ കൂടുതൽ നാരങ്ങ വീണ് പോയി. കുടുവിനറിയല്ലോ, കുടുവിനറിയും. കുടു നാരങ്ങ എടുത്തേക്ക്. ആരാ ചോദിച്ചേ? നീ തിരക്കൂട്ടി, അതാ കുടുവിന് നാരങ്ങ പിന്നെ വീണ്. ഒന്ന് വെച്ചു കൊടുക്കടാ. നടന്നോ നടക്ക് നടക്ക് നടന്നു വാ. വാടാ കൊടുവാ. കസേരകളി തുടങ്ങി. കസേരകളി 1 2 3 മൂന്നെണ്ണ. ഓടിക്കോളി. അമ്മമ്മ ഒറ്റ ഉണ്ടായിക്കോളൂ. അപ്പോ തുടങ്ങാനോ? 1 2 3 സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. ഓടണം. ഒരാള് പോയി. ഇനി നോക്ക്. ഓട് നടക്കാനില്ല, ഓടണം. ഓട് റൗണ്ടിലോട്. അയ്യ പുറത്ത്. ഇനി നോക്കി നീക്കി ഒരു സ്റ്റൂള് മാറ്റ്. സ്റ്റാർട്ട്. ഒന്നുകൂടെ. കൊണ്ടുപോവാ. 1 2 3 അതരീതി നടക്ക്. അല്ല അപ്പൊ അത് കളിയിലില്ല കേട്ടോ. റെഡി. സ്റ്റൂളിന്റെ അടുത്ത് നിൽക്കല്ലേ. സ്റ്റൂളിന്റെ ലേശം വിട്ട് നടക്ക്.
എൻ്റെ കുട്ടീനെ ഗെയിം കഴിഞ്ഞു. തൊട്ടില്ല കേട്ടോ. ഗെയിം ആരാ ജയിച്ചേ? ഞാനും ജയിച്ചു. കുടു ജയിച്ചോ? തോറ്റോരെ മുഖം എങ്ങനെ ഇരിക്കുന്നു. തോറ്റാൽ ഇത് കണ്ടോ, കയ്യുമ്മലും കാൽമലൊക്കെ ക്യൂട്ടക്സ് തേച്ച് വെച്ചിട്ട് തോറ്റാൾ പിണങ്ങിയിരിക്കുന്നു. ഇനി എപ്പോഴാണ് കൂട്ടുകൂടാൻ നോക്കാം നമുക്ക്. കുയ് ജയിച്ചൊരു മുഖം എങ്ങനെ ഇരിക്കും. ഞങ്ങൾ കളിക്കുന്ന വീഡിയോ പിടിച്ചത് അമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കളി കണ്ടിട്ടുള്ള ആവേശത്തിൽ അമ്മ ഫോണ് താന്നു പോയതൊന്നും അമ്മ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയെങ്കിലും ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്കുള്ള ഷീട്ടായിരുന്നു കേട്ടോ വാങ്ങിയത്. കണ്ടില്ല, അച്ഛനിങ്ങനെ ഇരിക്കുമ്പോൾ പോലും കാല് മടക്കി വെക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ വൈകുന്നേരം ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ ഒരു ഡോക്ടറെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. ആ ഡോക്ടർ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്, നിങ്ങളിങ്ങനൊരു ഡോക്ടർ ഉണ്ട് മുക്കത്ത്, അവരെ ഒന്ന് കാണിച്ച് നോക്കൂ, നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെ മജീദ് എന്ന് പറഞ്ഞ ഡോക്ടറെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ആ ഡോക്ടറെ അടുത്ത് എന്ത് ചെയ്തു, വൈകുന്നേരം ഒരു 5 മണിയപ്പോൾ വീണ്ടും പോയി. അപ്പോൾ അച്ഛനിങ്ങനെ ഇരിക്കാൻ പോലും വയ്യ കേട്ടോ. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എന്താ പറയുക, ഒരു കൈ കൊണ്ട് കാലിങ്ങനെ നിവർത്തി പിടിക്കണം, അല്ലെങ്കിൽ കമർത്തി പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോണത്. അത്ര വേദന, ഇടയ്ക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, ഇടയ്ക്കിടയ്ക്ക് വേദന വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് നിന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ രക്തം ടെസ്റ്റ് ചെയ്യാനും എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു. അത് അപ്പം തന്നെ എല്ലാം കാണിക്കാനും പറ്റി കേട്ടോ. ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് എല്ലാം അപ്പം തന്നെ കിട്ടിയിട്ട് പക്ഷെ ഒരുപാട് വൈകി തിരിച്ചു പോരാനേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, എല്ലാം കാണിക്കാൻ പറ്റി. കാണിച്ചതിൽ മസിലിനാണ് പ്രശ്നം എന്നാണ് ഡോക്ടർ പറയണത്. മസിലിൻ്റെ ഭാഗത്ത് എക്സ്റേയിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇനിയിപ്പം MRI ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് MRI ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. കാല് മടക്കി പിടിക്കാൻ പറ്റില്ല എന്നുള്ളൂ, ഇങ്ങനെ നിവർത്തി വെക്കണം. നേരെ നിൽക്കുമ്പോഴും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇരുന്ന് മടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ മരുന്നെല്ലാം വാങ്ങി ഞങ്ങൾ അപ്പോഴത്തേക്കും കുടു വിളി തുടങ്ങി കേട്ടോ. മുട്ട വേണം, അത് വേണം, ഇത് വേണം, ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളതെല്ലാം വാങ്ങി. ഞങ്ങൾ എന്നിട്ട് ആ ആശുപത്രി അവിടെ അടുത്ത് കൂടെ കുറേ നടന്ന് ഒരു ചായ കിട്ടാനുണ്ടോന്ന് അവിടെ എവിടെയില്ല കേട്ടോ. പിന്നെ തിരിച്ച് ഞങ്ങൾ പോരുമ്പോഴത്തേക്ക് 9 മണി, 8, 8:30, 9 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ചായ കുടിച്ചു. കടികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ആകെ അവിടെ ഉണ്ടായിരുന്ന സ്വീറ്റ് പപ്സ് ആണ് കേട്ടോ. അയ്യോ, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടി അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാ കുടു ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക, മിഠായി എന്ന് പറഞ്ഞപ്പോൾ അവനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല, ലേശം മുട്ടയും വാങ്ങി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആദ്യകൂട്ടനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനെ ഇങ്ങനെ ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ കൂലിപ്പണിയായിരുന്നു. അപ്പോൾ ഈ പണിക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴും അച്ഛൻ പണിക്ക് പോകലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ തൊഴിലുറപ്പിനാണ് കുറച്ച്, അത് വലിയ അധ്വാനമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോകാറ് കേട്ടോ. അപ്പം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ മരഞ്ചാട്ടി എന്ന് പറയുന്നത് കുറേ ദൂരെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങാടി. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോരും. പണി കഴിഞ്ഞ് ഒരു ചാക്കരി തലയിൽ, ഒരു കയ്യിൽ മണ്ണെണ്ണ കന്നാസ്, ഒരു കയ്യിൽ ചാക്കിൽ ഗോതമ്പും, ഇതെല്ലാം തൂക്കി പിടിച്ച് അച്ഛൻ നടന്നു പോരുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, അച്ഛൻ ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നൂടെ. ഓട്ടോറിക്ഷ എന്തായാലും നമ്മളെ വീടിൻ്റെ അവിടെ വരെ വരില്ല, കുറേ താഴെ വരെ വരുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കയറണമായിരുന്നു കേട്ടോ. അവിടെ ഒരു മലയാണ്, നമ്മളെ വീടിൻ്റെ അങ്ങോട്ടൊരു മലയാണ് കേട്ടോ. അപ്പം നടന്ന് കയറി വരണം. അപ്പം അച്ഛൻ പറയും, ഓട്ടോറിക്ഷ വിളിക്കുന്ന പൈസയും കൂടെ അച്ഛൻ എന്ത് ചെയ്യും, അതും കൂടെ ചിലവാക്കണ്ടല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അത് ഓർക്കാറുണ്ട് കേട്ടോ. ഞാനാണെങ്കിലും ഇപ്പം നടന്നാൽ അത്രയായല്ലോ എന്ന് കരുതും, ആ പൈസയും കൂടെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ള ചിന്ത. അതുപോലെ തന്നെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അനാവശ്യമായിട്ടൊരു ചിലവുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നടന്ന് കയറി വന്ന അച്ഛൻ ഇന്നിപ്പം നടക്കാൻ പറ്റാതെ ആയി എന്നുള്ളതാണ് കേട്ടോ. അന്നേ ഞങ്ങൾ പറയും, അച്ഛൻ ഇതിങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പറ്റാതെ ആവൂലെന്ന് ചോദിക്കുമ്പം അച്ഛനൊരു ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ അതെങ്ങനെയായാലും എല്ല് തേയ്മാനമൊക്കെ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അതുപോലെയായിരുന്നു നടത്തം. അച്ഛൻ്റെ കൂടെ നടന്നെത്തണമെങ്കിൽ ഞങ്ങൾ ഓടണം. അച്ഛനൊരു നടത്തം അങ്ങ് നടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്ന് പക്ഷേ അച്ഛൻ നടക്കുന്ന പോലെ നടക്കും കേട്ടോ. ഞാനും അതേ സ്പീഡിൽ നടക്കും. പക്ഷെ അമ്മ എത്തൂല, അമ്മ അങ്ങനെ മെല്ലെ നടക്കും. അമ്മേനെ പിന്നെ ഞങ്ങൾ കാത്തു വെക്കണം ഇവിടെ നടക്കുമ്പോൾ.
അങ്ങനെ ഓടി ഓടി നടന്ന അച്ഛൻ ഇന്നിപ്പം നടക്കാൻ വയ്യാണ്ടായി തുടങ്ങി. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത് ആദ്യകൂട്ടൻ ഉറങ്ങിയിരുന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ആദ്യകൂട്ടൻ സോഫയിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് TV കണ്ടുകൊണ്ട് അവൻ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനോട് ഡോക്ടർ പറഞ്ഞത് 7 മണിക്ക് 8 മണിക്കുള്ളിൽ ഒരു മരുന്ന് കുടിക്കാൻ, അത് നല്ല ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, മരുന്നൊക്കെ കുടിച്ചു അച്ഛൻ. ഇന്നൊരു ദിവസമല്ലേ, സാരമില്ല, ലേറ്റ് ആയാലും കുഴപ്പമില്ല അച്ഛൻ കുടിച്ചോളി എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഒരു ഗുളിക, ആ ഗുളിക ഇന്ന് കുടിച്ചു കേട്ടോ. നാളെ തൊട്ട് നേരത്തെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇതാ അപ്പം ഉണ്ട് 9:30 ആയപ്പം മുട്ട കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും മുട്ട വേണം കേട്ടോ. പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് കഴിച്ച് എല്ലാവരും മുട്ടയൊക്കെ പൊരിച്ച് കഴിച്ചിട്ടാണ് കിടന്നത് കേട്ടോ. അവിടെ ലേശം കപ്പ ഉണ്ടായിരുന്നു കേട്ടോ വാട്ടുകപ്പ. അപ്പം അമ്മ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻകറി ലേശം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കപ്പ ചട്ടിയിലിട്ട്, ഞാൻ ചട്ടിയിലിട്ടാണ് തിന്നത് കേട്ടോ. മീൻകറി ലാസ്റ്റ് ചെയ്തു തീർന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കപ്പപ്പുഴുക്ക് ചട്ടിയിലിട്ട് തിന്നു, നല്ല ടേസ്റ്റ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. ചൂതക്കറീൻ്റെ ലാസ്റ്റ് അതായത് കറി കഴിയാൻ ഇങ്ങനെ വറ്റിച്ച് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അങ്ങനെ കറിയൊക്കെ കൂട്ടി കപ്പയൊക്കെ തിന്ന് മക്കൾ മുട്ടയൊക്കെ പിഴുങ്ങി തിന്ന്. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ സപ്പോർട്ടോട് മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റണത്. അപ്പം അച്ഛന് നല്ല വേദന കേട്ടോ, അച്ഛൻ ഇങ്ങനെ കാലുപിടിയായിരുന്നു കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഒരു വിജയത്തിലെത്താൻ നിങ്ങളെല്ലാവരും എന്താ പറയുക, ഞങ്ങളത് മാത്രമല്ല എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു വിജയത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്